എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ വീണ്ടും ലൈവിൽ പോകാൻ പോവാണ്. ഇതിപ്പോൾ കുറേ കാലമായിട്ട് നമുക്ക് ലൈവ് ഒന്നും ഉണ്ടാകുന്നില്ല. അതായത് നമുക്ക് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്താലേ നമുക്ക് ലൈവിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ദിൽസെ FM നമ്മൾ വിളിച്ചേക്കാണ്. ഇത് കുറേ സെലിബ്രിറ്റീസ് വലിയ വലിയ ആൾക്കാർ ഇരുന്ന ചെയറിൽ പാവപ്പെട്ട നമ്മളിരിക്കുന്നു. ആകെ കിട്ടുന്ന ഒരു ഓഫ് ഡേയിലാണ് ഞാൻ സ്കൈ ഡൈവ് ചെയ്യാറ്. 6 ദിവസം വർക്കും 1 ദിവസം ജമ്പും, അങ്ങനെയാണ്. ഓഫില്ലാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഇവൻറ്റ്സ് നമുക്ക് കിട്ടുമ്പോൾ അതും മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ നമുക്ക് വളരെ റയറായിട്ട് കിട്ടുന്നതല്ലേ. പക്ഷേ ഇവിടുന്ന് നേരെ ജമ്പ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് എത്തുമെന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ലേ ഉള്ളൂ, കാറില്ലല്ലോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, നോക്കാം. ലൈവാണ്. ലൈവിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഞങ്ങൾ ആ കരുതി വെച്ചിരുന്ന ഒരു സർപ്രൈസ് ഫാക്ടർ എന്താണെന്ന്. ഫ്ലൈയിങ് ഷെഫ്, ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അത്ഭുതം. പറക്കുന്ന ഷെഫ് അല്ലെങ്കിൽ പറന്നുകൊണ്ട് കുക്ക് ചെയ്യുക, എങ്ങനെ എന്താ ചെയ്യുക? ഫ്ലൈറ്റിലെ ഷെഫാണോ അതോ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇനി അന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഓംലെറ്റ് അടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കലാപരിപാടിയാണോ? ഇങ്ങനെ കുറെ സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരുപാട് സർപ്രൈസുകളുണ്ട്. അപ്പൊ എന്താണ് കറക്റ്റ് എന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഫ്ലൈയിങ് എന്നുള്ളൊരു പേര് വരുമ്പോൾ അത് പറക്കുക സംതിങ് അല്ലേ, പറഞ്ഞേ പറ്റൂ. അപ്പൊ അത് സംതിങ് ഇനിയും പറന്നുകൊണ്ട് ഷെഫ് ചെയ്യാണോ കുക്ക് ചെയ്യാണോ നമുക്ക് അറിയാൻ പറ്റില്ല. എന്തായാലും we are having flying chef Ajmal Abdul Rahman. അടിപൊളി. എന്താണ് അജ്മലിന്റെ വിശേഷങ്ങള്? സുഖാണ്, അടിപൊളിയായിട്ട് പോകുന്നു. ഇനി അജ്മൽ എന്ന് പറയൂ. അജ്മൽ, ഈ ഫ്ലൈയിങ് ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ലോകത്തോട് വിളിച്ചു പറയൂ. ആ പറഞ്ഞത് ഞാനാണ്. ഓക്കെ. അപ്പോൾ ഫ്ലൈയിങ് ഷെഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രൊഫഷണലി, അതായത് ഏണിങ്സ് ഷെഫായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ജോലി എന്ന് പറയുന്നത് യെസ് ഷെഫാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ നല്ല ആഗ്രഹം കൊണ്ട് പഠിച്ച് അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് എടുത്ത് ഷെഫായ ഒരാളാണ്. പക്ഷെ ഈ പറക്കലൊരു വെറും ഒരു മോഹം, എല്ലാവർക്കും ഉള്ള ബക്കറ്റ് ലിസ്റ്റിലുള്ള പോലെ തന്നെ എനിക്കും ഒരു മോഹമായിരുന്നു. പക്ഷെ ചാടി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ മിക്കവർക്കും ചാടി കഴിഞ്ഞാൽ മനസ്സിലാവും, പക്ഷെ അതിന് പിന്നാലെ പോവാൻ എടുത്ത ഡിസിഷൻ. യെസ്, ആ ഒരു ഫസ്റ്റ് ജമ്പിലാണ് എന്റെ പകുതി, അല്ലെങ്കിൽ അതുവരെയുള്ള ജീവിതത്തിന്റെ തീരുമാനങ്ങളും പാഷൻ ഡ്രീം എല്ലാം അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് യുഎയിൽ വരുന്ന എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് സ്കൈ ഡൈവിംഗ്. ഞാനും കുറച്ച് വർഷങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ എന്റെ ഒരു ബർത്ത്ഡേക്കാണ് ഞാൻ 2 വർഷം മുന്നേ സ്കൈ ഡൈവ് ചെയ്തത്. അപ്പൊ കിട്ടുന്ന ഒരു ഫീലിംഗ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഒരു ഡിഫറെന്റ് ഫീലിംഗ്. വി ഫീൽ സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് അറ്റ് ദ സെയിം ടൈം. ആ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മൾ ഇത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ എന്തോ ഒരു പ്രത്യേക ഒരു ഭാഗ്യം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു മൊമെന്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്ന് പോലെ നമുക്ക് വേർഡ്സിൽ ഇത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആരും പറയാൻ പറ്റില്ല. അതായത് എല്ലാവരും പറയും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പോ ഞാൻ എല്ലാവരോടും പറയാറ്, എന്റെ ലൈഫ് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്താൽ മതി. അതായത് അത്രയും കാലം ഉള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ എന്റെ ലൈഫ് പാറ്റേൺ തന്നെ ഒരൊറ്റ ജമ്പിൽ മാറ്റാൻ പറ്റിച്ചെങ്കിൽ പലവരുടെ ജീവിതത്തിലും പല മാറ്റങ്ങളായിരിക്കും. അതായത് ഇതുവരെ ഞാൻ കണ്ട ആൾക്കാർക്ക് പല മാറ്റങ്ങളാണ്. അതായത് പേടിയുള്ളവർക്ക് പേടി മാറുന്നു, അല്ലെങ്കിൽ ചില മടിയുള്ളവർക്ക് മടി മാറുന്നു, അല്ലെങ്കിൽ വല്ല സ്വഭാവങ്ങൾ നിർത്താൻ വരെ, അല്ലെങ്കിൽ ഇപ്പോ കാശുണ്ട് എല്ലാണ്ട് പക്ഷെ നമുക്ക് ഒരു പാറ്റേൺ കിട്ടുന്നില്ല വെച്ചെങ്കിൽ സ്കൈ ഡൈവിംഗ് സ്പോട്ട് ഭയങ്കര ഏറ്റവും വലിയൊരു പോയിന്റ്. അതെ, ഇതൊക്കെ കേൾക്കുന്നത് അക്രോഫോബിക്കായല്ലേ ഞാൻ. ഇപ്പൊ നമ്മളിപ്പോ സ്നേഹം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. പക്ഷെ അതിന് എക്സ്പെൻസീവ് എന്നുള്ളൊരു ഫാക്ടർ കൂടെ അതിനകത്തുണ്ട്. പക്ഷെ 165 ജെംസ് ഇന്നേ വരെ ചാടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് ജസ്റ്റ് ഇമാജിൻ, 165 ലൈസൻസും കൂടെ ഉള്ള ആളാണ്. സ്കൈ ഡൈവിംഗ് ലൈസൻസ് ഉള്ള യുഎയിലെ മലയാളികൾ വളരെ കുറച്ചാണ്. എനിക്ക് തോന്നുന്നു വിരലിലുണ്ടാവുന്ന അത്രയും മലയാളികളെ ഉള്ളൂ യുഎയില് ലൈസൻസ് ഉള്ളവര്. അതിലൊരാളാണ് ഈ ഒരു ഷെഫ്. അത് യുഎയിൽ വന്നിട്ട് 1 വർഷമായിട്ടേ ഉള്ളതാണ്. അല്ല, ഇവിടെ ഒരു 70-80 ജംസ് ഉള്ളൂ. ബാക്കി 90 ജംസ് ഞാൻ തായ്ലൻഡിലാണ്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് തന്നെയാണ് ചാടുന്നത്. അല്ലല്ല, അല്ല, അതാണ് ഇതിന്റെ എന്റെ ഒരു ജനയുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ സ്റ്റാറ്റിക് ലൈൻ എന്ന് പറഞ്ഞൊരു ജമ്പാണ്. അത് ഇന്ത്യയില് സ്കൈ ഹൈ എന്ന് പറഞ്ഞൊരു ആൾക്കാർ നടത്തുന്ന ഒരു ടീമാണ്. അപ്പൊ അവരുടെ കൂടെ പോയി ജമ്പ് ഫസ്റ്റ്, അത് എന്റെ നിർബന്ധമായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചാടണം എന്നുള്ളത്. അപ്പൊ അതൊരു സ്റ്റാറ്റിക് ലൈൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ആണ്. 5000 ഫീറ്റിൽ പോകുന്നു, എന്നിട്ട് ഇൻസ്ട്രക്ടർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇൻസ്ട്രക്ടറായിട്ട് കണക്റ്റഡ് ഒന്നുമല്ല, നമ്മളാണ് ഫ്രീ ഫോളോ, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡ്സ് ഫ്രീ ഫോളോ ഉള്ളൂ. ഇവിടെ നമുക്ക് 1 മിനിറ്റ് ആണ് ഫ്രീ ഫോളോ വെച്ചെങ്കിൽ അവിടെ 8 സെക്കൻഡ്സ് മാക്സിമം. അപ്പൊ തന്നെ പാരച്യൂട്ട് തുറക്കുന്നു, നമ്മൾ തന്നെ കൺട്രോൾ ചെയ്ത് ഇറങ്ങണം. ആ ഒരു എനിക്ക് തോന്നുന്നത് അതായിരിക്കും എനിക്ക് കൂടുതൽ എന്താ പറയാ ഇതിനോട്ട് ഇത് തന്നത്. കാരണം ഒറ്റയ്ക്ക് അച്ചീവ് ചെയ്തതിന്റെ ഒരു
ഫേസ് ഉണ്ടാവല്ലോ. അതെ, അതിൽ ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ ഒറ്റയ്ക്ക് ചാടുന്നവര് ചിലവർക്കൊക്കെ പേടിയുള്ളവരുണ്ടാവല്ലോ. ഈ ചാടുമ്പോൾ നമ്മള് ഒരു ഏരിയ കഴിയുമ്പോഴത്തേക്ക് നമ്മള് പാരച്യൂട്ട് ഓപ്പൺ ആക്കണമല്ലോ. നമ്മൾ ബോധം കിട്ടുപോയത് എന്തിനു? അങ്ങനെയല്ല, ഈ ട്രെയിനിങ് അതും 5 സെക്കൻഡൊക്കെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 5 സെക്കൻഡിൽ നമ്മൾ ഉറപ്പായിട്ട് നമുക്കൊരു ഒരു അതിന്റെ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി തന്നെ. അതെ അതെ, അല്ല ഫസ്റ്റ് അതാണ് നമുക്കിപ്പോ ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ചിട്ടാണ് ഞാൻ എപ്പോഴും ഇത് കമ്പയർ ചെയ്യാറ്. അപ്പൊ നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് പോലെ തന്നെ ഇതിനൊരു AFF എന്ന് പറഞ്ഞൊരു ലൈസൻസ് ഉണ്ട്, ഫസ്റ്റ് പ്രൈമറി ആയിട്ട്. അതിലൊരു 7-8 ജംസ് ഉണ്ടാവും. ഈ ജംസിൽ നമുക്ക് 2 ഇൻസ്ട്രക്ടർമാരുണ്ടാവും എപ്പോഴും. ഓക്കെ, അത് നമ്മൾ സ്റ്റേബിൾ ആയതിനു ശേഷമാണ് നമുക്ക് ഈ ലൈസൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു 7-8 ജമ്പിൽ തന്നെ നമുക്ക് ആ പേടിയും കാര്യങ്ങളൊക്കെ മാറി സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രമേ നമ്മൾ പാസ് ആവുള്ളൂ. ഡ്രൈവിംഗ് ലൈസൻസ് പോലെ തന്നെ ഇപ്പൊ ദുബായിൽ ഓരോ വട്ടം ഫെയിൽ ആകുമ്പോൾ കുറെ കാശ് അടച്ചിട്ടുണ്ടാവും എല്ലാവരും. അതേപോലെ തന്നെ ഓരോ വർഷം ഫെയിൽ ആകുമ്പോഴും കാശ് എണ്ണി കൊടുക്കുക, വീണ്ടും ചാടുക, ഈ പരിപാടിയാണ്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് കഴിച്ചിട്ട് തുടങ്ങാം. അതായത് ഇവിടെ ഈ ഫ്ലൈങ് ഷെഫ് നമ്മൾ ചാട്ടത്തിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ബിസ്ക്കറ്റ് ഇവിടെ കൊണ്ടുവന്നേക്കാണ്. അദ്ദേഹം ഫ്ലൈ എന്ന് പറഞ്ഞൊരു ടേമിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇലാബറേറ്റ് പറയുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയണം അദ്ദേഹത്തിന്റെ ജീവിതമാർഗം ഷെഫാണ്. ഷെഫ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ക്യാമറയിൽ കാണുന്നുണ്ടെങ്കിൽ കാണാം. അല്ല, ഇത് കോക്കനട്ട് കുക്കീസ്. ആക്ച്വലി നമ്മുടെ സ്റ്റുഡിയോയിൽ നമ്മൾ അങ്ങനെ ഫുഡ് ഐറ്റംസ് കയറ്റാറില്ലാതാണ്. പക്ഷെ ഇന്ന് ഇദ്ദേഹത്തിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു സ്നേഹം നമ്മൾ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും ആ ഒരു ബിസ്ക്കറ്റ് എന്തായാലും ഞങ്ങൾ ഇത് കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾ അഭിപ്രായം അളവ് കുറഞ്ഞു കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയ സമയത്ത് പാളിപ്പോയി മാറ്റിയതായിരിക്കും. പക്ഷെ ഇവന്റെ വയറ്റിലേക്ക് പോയത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത്. ഞാനും നമ്മുടെ അനുഭവം കൂടെ ഇത് കണ്ടിട്ട് കൊതി അടക്കാൻ പറ്റാതെ ഞങ്ങൾ എന്താണ് ട്രൈ ചെയ്യാൻ വേണ്ടി കുഴപ്പമില്ല, സേഫായിട്ട് കഴിക്കാൻ സ്നേഹ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോ കമ്മിങ് ടു അവർ ഫ്ലൈയിങ് സ്റ്റോറീസ്, അപ്പൊ ജേർണി പറയാല്ലേ. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ഈ ചാടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാറിയെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു ആ പോയിന്റ് ഓഫ് വ്യൂ വന്നത്? അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു കോഴ്സ് എടുത്തു കഴിയുമ്പോൾ അറിയാം ഇന്നതാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് അറിയാം. അപ്പൊ എന്തായിരുന്നു ആ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക്? അതായത് ഞാൻ ഒരു കാറ്ററിംഗ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്തത് BMW-ലാണ്, പിന്നെ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഡെലോയിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്റെ പീപ്പിൾ, അത് ഞാൻ എൻഗേജ് ചെയ്ത അല്ലെങ്കിൽ ഞാൻ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ടിരിക്കണൊക്കെ പല പല ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ എല്ലാ ഇൻഡസ്ട്രിയിലും ആൾക്കാർ ഹാപ്പി ആണോന്ന് ചോദിച്ചാൽ ഹാപ്പി ആണ്, അല്ലേന്ന് ചോദിച്ചാൽ മീൻസ് സാറ്റിസ്ഫൈഡ് അല്ല ആരും. പക്ഷെ അതെ, അതായത് ചിലർക്ക് ഭയങ്കരമായിട്ട് കാശ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പൊ എഞ്ചിനീയേഴ്സ്മാർക്ക് മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് സൗകര്യം വാരിക്കോരി കൊടുത്തേക്കാണ്. പക്ഷെ എന്നാലും എല്ലാവരും ഹാപ്പി ആണോ ചോദിച്ചാൽ ഞാൻ ഹാപ്പി അല്ല. പക്ഷെ എനിക്ക് സ്കൈ ഡൈവിംഗ് കമ്മ്യൂണിറ്റി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ സ്പോർട്ട് ആണെങ്കിലും ഇതൊരു വർക്ക് ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഇല്ല. അതിപ്പോ അത് ഓരോ മീൻസ് സ്കൈ ഡൈവിങ്ങിനോട് അടുക്കും തോറും നമുക്ക് സ്കൈ ഡൈവിംഗ് കമ്മ്യൂണിറ്റിനായിട്ടാണെങ്കിലും ആ ലൈഫ് സ്റ്റൈലിനായിട്ടാണെങ്കിലും ഇപ്പൊ എനിക്ക് തന്നെ അറിയാം. പിന്നെ എന്റെ പ്രൊഫഷൻ ചെയ്തുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏണിങ്സ് അത് എന്താ പറയാ സ്കൈ ഡൈവിംഗിൽ അതിനെക്കാട്ടിയും ഉണ്ടാക്കാൻ പറ്റും ഓൾറെഡി. പക്ഷെ അതിലോട്ട് എത്താൻ പറ്റുമോ എന്നുള്ളതിന് ഒരു ഉറപ്പില്ല. പക്ഷെ ഞാൻ കുക്കിംഗ് തന്നെ ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് വലിയ ലൈഫിൽ മാറ്റൊന്നുമില്ല. പക്ഷെ സ്കൈ ഡൈവിംഗ് കമ്മ്യൂണിറ്റി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി. അതായത് അതൊരു വർക്കിംഗ് ലൈഫ് സ്റ്റൈലാണ്. മീൻസ് എന്താ പറയാ, അതിനെ പറഞ്ഞു മനസ്സിലേക്ക് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്റെ ഒരു ഇൻസ്ട്രക്ടർ തായ്ലൻഡിലത്തെ എല്ലാവരും ഇപ്പൊ മൺഡേ ഓഫീസ് അല്ലെങ്കിൽ ബ്ലിസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇടുമ്പോൾ ഐ ആം അറ്റ് ദ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് സ്കൈലിൽ നിന്നിട്ട് സെൽഫി എടുത്ത് അയച്ചേക്കാണ്. അപ്പൊ നമുക്ക് തന്നെ അയ്യോ. അല്ല, ഇത് ആദ്യത്തെ ചാട്ടം ചാടുന്നവരെങ്കിലും അല്ലെങ്കിൽ ആദ്യത്തെ ചാട്ടം നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഇപ്പൊ നേരത്തെ അക്ഷയ് പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ചില ബക്കറ്റ് ലിസ്റ്റിൽ ചില ആഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്കൊന്ന് സ്കൈ ഡൈവ് ചെയ്യുക എന്നുള്ളതാണ്. ചിലർ ചിലപ്പോൾ 2 വർഷം കൂടുമ്പോഴോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിട്ട് ചെയ്യും, നമുക്കൊരു എക്സൈറ്റ്മെന്റ്, ഒരു എന്റർടൈൻ ഫാക്ടറിന് വേണ്ടിയിട്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് എപ്പോഴാണ് ഇത് ഇതെന്റെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ്, ഞാൻ ഇനി ഒരു പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ഒരു ആർട്ട് ഇതായിരിക്കും, എന്റെ ജീവിതം ഇനി ഈ റൂട്ടിലായിരിക്കും സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അത് എത്രാമത്തെ ചാട്ടത്തിലാണ്? അത് ആദ്യത്തെ ചാട്ടം തന്നെ കിട്ടിയോ അതോ ഇത് പതിയെ പതിയെ ഇതിന്റെ ഒരു സ്ലോ ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഗ്രസ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്ന് മനസ്സിലാക്കിയെടുത്തതാണോ? അങ്ങനല്ല, ആദ്യത്തെ ചാട്ടത്തിൽ തന്നെയാണ് ഇത് എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ള ഇത് ആഗ്രഹം വന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റാതെ അത്ര എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലായി. എന്റെ പ്രൊഫഷൻ വെച്ചിട്ട് ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ചിലവർ മറ്റേ ഹിന്ദിയിൽ, അന്ന് ഹിന്ദി നാട്ടിലാണ്, ഞാൻ ഹരിയാനയിലാണ് ചെയ്തത്. അപ്പോൾ ഒക്കാത് കാ ബാഹർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ആണ് നമ്മളുടെ കയ്യെത്തത് വരുത്ത. കാരണം ഞാൻ ഷെഫാണെന്ന്, അല്ലെങ്കിൽ ഞാൻ അന്ന് വർക്ക് ചെയ്തിരുന്ന ഡെലോയിറ്റിലായിരുന്നു. അപ്പോൾ അതിനെക്കാട്ടിയും പുറത്താണ്, നിന്നെ കൊണ്ട് പറ്റൂല. അതൊരു അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരന് ഇത് പറ്റും, അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം. അതെ, ഞാൻ ഇപ്പൊ ആരെയും പ്രോത്സാഹിപ്പിക്കാത്തെന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സ്ട്രഗിൾ ഇനി ആരും എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ആരെയും
വായോ വായോ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല. ആദ്യം ഏർണിങ്സ് നന്നായിട്ട് ഉണ്ടാക്കിയിട്ട് മാത്രം സ്കൈ ഡൈവിംഗിലോട്ട് വന്നാൽ മതി. വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വഴി തെളിച്ചതിന് ശേഷം ആ റൂട്ടിലേക്ക് വരാൻ അത് ആദ്യം പോകുന്ന ആളാണ് ഇപ്പോഴും ചരിത്രം സൃഷ്ടിക്കുന്നത്. അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം കേട്ടോണ്ടിരിക്കുന്നവരിൽ ഇതൊരു ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഉള്ള ഒരു പ്രൊഫഷൻ ആക്കി മാറ്റണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിന്റെ ആദ്യ പടി മുതലുള്ള ഒരു പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരുമോ? എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത്? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UAE-ലാണോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയാണോ നിയർ ബൈ സ്കൂൾ ഏതാണെന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ എന്നെ DM ചെയ്താൽ, UAE-ലാണെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈയിങ് ഷെഫിനെ DM ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി. അല്ലാണ്ട് പ്രോസസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ 2 സ്കൂളാണുള്ളത്. ഒന്ന് സ്കൈ ഡൈവ് അലൈൻ റോട്ടിലുള്ള സ്കൈ ഡൈവ് ദുബായ്, രണ്ടാമത് അബുദാബി സ്കൈ ഡൈവ് ഉണ്ട്. ഈ 2 സ്ഥലത്താണ്. ഇവിടെ നിങ്ങൾ ഇമെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ബ്രോഷറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അത് അയക്കാം, അല്ലെങ്കിൽ അവിടെ ഡയറക്ട്ലി പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഈ പറഞ്ഞ പോലെ ലേണിംഗ് AFF എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടാവും. അതിനൊരു ചാർജ് ഉണ്ട്. ഇത് നമുക്ക് ഡേയ്സ് വെച്ച് കറക്റ്റ് ആയിട്ട് അളക്കാൻ പറ്റില്ല, കാരണം ഇതിൽ ക്ലൈമറ്റ് ആള് പാസ് ആവുന്നതനുസരിച്ചിട്ട് ഇപ്പൊ ഒരു ടെസ്റ്റ് നമ്പർ ഓഫ് ജംപ്സ് അതില് പാസ് ആവണം. കൊറേ നമ്പർ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ പാസ് ആവുന്ന പറഞ്ഞാൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ പ്രൊട്ടക്ഷനും വേറൊരാളുടെ കൂടെ ജമ്പ് ചെയ്യുന്ന ആളുടെ പ്രൊട്ടക്ഷനും നോക്കാൻ വേണ്ടിട്ട് കുറെ ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഓരോ ജമ്പിനും ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം മിസ്റ്റേക്ക് ആണെങ്കിൽ ആ ലെവൽ വീണ്ടും നമ്മൾ ചെയ്യണം. അതിനാണ് ഈ AFF ആണെങ്കിലും അതിന്റെ A ലൈസൻസ്, പിന്നെ B, പിന്നെ C അങ്ങനെയാണ്. ഞാനിപ്പോ B-യിലാണ് നിൽക്കുന്നത്. ഇത് സത്യത്തിൽ എവിടെ നിന്നാണ് തുടങ്ങിയത് ഈ സ്കൈ ഡൈവ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു നിയമാവലികളൊക്കെ ഉണ്ടാക്കുന്ന? അതെ അല്ല, ഇത് തുടങ്ങിയത് മറ്റേ നിങ്ങൾ വീഡിയോസിൽ കണ്ട ഒരു വട്ടം പോലെ നമ്മുടെ ബലൂണില്ലേ, അതിന്റെ പോലത്തെ ഒരു പാരച്യൂട്ട് സെറ്റപ്പ് ആയിരുന്നു. അങ്ങനെ യെസ്, നമുക്ക് പണ്ടുള്ള മൈൻഡിലാണ്. എനിക്കാണെങ്കിൽ പോലും ഞാൻ തുടങ്ങുന്ന കാലത്ത് എനിക്കും ഈ പാരാഗ്ലൈഡിങ് വേറെയാണ്, പാരച്യൂട്ട് വേറെയാണ്, അല്ലെങ്കിൽ സ്കൈ ഡൈവിംഗ് വേറെയാണ്, കാനോപ്പി, അങ്ങനെ ഇതൊന്നും എനിക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇനിയുള്ളവർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ചോദിച്ചില്ലേ, ഇതൊരു വട്ടുള്ള പരിപാടിയാണ്. അത് ഇൻവെന്റ് ചെയ്ത് ഇപ്പോ നല്ല എസ്റ്റാബ്ലിഷ്ഡ് പരിപാടി, മീൻസ് USPA എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. അതേപോലെ റഷ്യയിൽ അല്ലെങ്കിൽ വേറെ 2-3 ഓർഗനൈസേഷൻ വേൾഡ് വൈഡ് ഉണ്ട്. അതിൽ USPA ആണ് ദ ബെസ്റ്റ് എന്ന് പറയുന്നത്. അതെ. പക്ഷെ അവരുടെ കനോപ്പിയും വ്യത്യാസം ഉണ്ടായിരുന്നു. അവർ ജസ്റ്റ് ഡ്രോപ്പ് ആണ്, അവർക്ക് ഫ്രീ ഫോൾ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അതായത് ഞാൻ ആദ്യം ചെയ്ത ജമ്പ് എന്ന് പറഞ്ഞില്ല, ആ ഒരു ടൈപ്പാണ്. വിത്ത് ഒരു ഡോഗ് ജമ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. പാരച്യൂട്ടിൽ തന്നെ ഈ മിലിറ്ററി പർപ്പസിന് തന്നെ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്ത് പോയി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് എന്റെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും എക്സ് മിലിറ്ററിയോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും. ഭയങ്കര പ്രായമുള്ള 65, 67 ആൾക്കാരൊക്കെ എന്റെ കൂടെ ജമ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു കൂസലില്ലാണ്ടാണ് ജമ്പ്. കാരണം അവർ ജമ്പ് ചെയ്തിരുന്ന ഇത്രയും ഹെവി ഇതൊക്കെ വെച്ചിട്ട് ജമ്പ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ കൂടെ വെറും ഒരു പാരച്യൂട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അതായത് അവരുടെ ലോഗ് ബുക്കിലൊക്കെ ഓൾറെഡി thousands of ജംപ്സ് മിലിറ്ററിയിലായിട്ടുണ്ട്. അതിനും പിന്നെ ഇവിടെ വന്നിട്ട് വീണ്ടും ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെയാണ്. കാരണം അവർക്ക് ഫ്രീ ഫോൾ ഉണ്ടായിരുന്നില്ല, അവർക്ക് വെറും ജമ്പ് ആയിരുന്നു. പക്ഷെ ജമ്പിനോടുള്ള പേടിയില്ല. അങ്ങനത്തെ ഒരു ഇതാവുമ്പോ നമുക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 165 ഇന്ന് പോയി ചാടേണ്ടതായിരുന്നു. ഈ ഒരു ഇൻവൈറ്റ് കിട്ടിയോണ്ട് ഇങ്ങോട്ട് വന്നു. അതെ, അതായത് എന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ലൈസൻസ് എടുത്തവർക്കാണെങ്കിൽ ഇപ്പോ ദുബായിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 150 dirhams to 200. അല്ലാത്തവരാണ് നമ്മൾ ടൂറിസ്റ്റ് പറയുന്ന അത് ടാൻഡം ജംപ്സ് ആണ്. കുട്ടികൾ സ്ലൈഡിൽ കയറത്തില്ല, നിരങ്ങി വരുന്നു വീണ്ടും പോയി കയറും, നിരങ്ങി വരുന്നു വീണ്ടും പോയി. അതാണ് എനിക്ക് അങ്ങനെയല്ല, കാശുണ്ടെങ്കിൽ 7 വരെ പോവാം. അങ്ങനൊന്നുമില്ല. ഇപ്പൊ റഷ്യയിൽ ഡേ ടൈം കൂടുതലാണ്, അവിടെ 10-11 ജമ്പ് ചെയ്യണ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. 7 വരെയാണ് തോന്നുന്നു തായ്ലൻഡ്. ഈ സ്കൈ ഡൈവ് ചെയ്ത സ്ഥലങ്ങളിൽ വെച്ച് നോക്കുക, ലോകത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ ഏതാണ് മേളിൽ നിന്നുള്ളത്? അങ്ങനെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളുള്ളൂ പറയാന്. അതിലെനിക്ക് തായ്ലൻഡ് ആണ് എന്റെ ഫേവറേറ്റ്. നാച്ചുറൽ ഇപ്പൊ എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഒരു സൈഡില് ബീച്ച്, നമ്മള് പച്ച പരന്ന് കിടക്കണ സ്ഥലം, അതിന്റെ ഇടയില് മേഘങ്ങളുടെ ഇടയിൽ കൂടെ നമ്മള് ഈ അതിന്റെ ഇടയിൽ സൺസെറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ പൊന്നോ ഒരു രക്ഷയില്ല. അങ്ങനല്ല, ഫ്ലൈറ്റ് ടൈം എല്ലായിടത്തും 13,000 ഫീറ്റിൽ തന്നെ ജമ്പ് ചെയ്യുന്നത്.
ഇറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷം മാറുന്നില്ല. ശരിക്കും അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഈ ടോപ്പോഗ്രഫി മാറുന്നതനുസരിച്ച് ലൈക്ക് നമ്മൾ ഇതിന് മാറത്തില്ലേ. അതെ, പക്ഷെ ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞ സംഭവം എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ നമ്മൾ ദൂരം കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടും. നമുക്ക് ഫ്ലൈങ് ടൈം കുറച്ചും കൂടി കൂട്ടാം, പക്ഷെ നിലത്തെത്തി കഴിഞ്ഞാൽ ആള് മയ്യത്താവൂലേ. മനസ്സിലാവും. പിന്നെ മറ്റേ നേരത്തെ ചേട്ടൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉള്ളൊരു, അതായത് ഇത് റിസ്കി ആണ് എന്നുള്ള എലമെന്റ് കാരണമാണ് അല്ലെങ്കിൽ ഈ സ്പോർട്ട് അധികം പോപ്പുലർ ആവാത്തത്. ഇതും സാധാരണ എല്ലാ സ്പോർട്ടിന്റെ ആ റിസ്ക് തന്നെ ഉള്ളൂ. അത് ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിന് റിസ്ക് കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആള് ചെയ്യണ ഓരോ മണ്ടത്തരങ്ങളാണ്. ഇപ്പൊ നമ്മുടെ എക്യുപ്മെന്റ് ആണെങ്കിലും ഭയങ്കര സേഫ് ആണ്. ഇപ്പൊ നമുക്ക് ബോധം ഇല്ലാണ്ടായി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും മൈൻഡിലാണ് എങ്കിലും ഇതിൽ സെക്കൻഡ് ഒരു പാരച്യൂട്ട് ഉണ്ട്, വിച്ച് ഹാവ് ബ്രെയിൻ. അതിനൊരു AD എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്, എക്യുപ്മെന്റ് ഉണ്ട്. ആ എക്യുപ്മെന്റ് ഒരു ആൾട്ടിറ്റ്യൂഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് തുറന്നിട്ടില്ലെന്ന് അതിന് മനസ്സിലാവും. ആള് വീഴുന്ന പാറ്റേൺ ശരിയല്ല, അല്ലെങ്കിൽ അതിന് കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിന് ഡിറ്റക്ട് ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഷൂട്ട് ഔട്ട് ചെയ്യും. ബുദ്ധിയുള്ളവർക്ക് പറ്റും. ഒന്ന് പറഞ്ഞ ഈ അക്രോഫോബിക് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഞാനതാ പറഞ്ഞത്, രണ്ട് പാരച്യൂട്ടുകൂടെ വലിയ വിഷയം. നിങ്ങളിത് കോമഡി ആക്കാണ്. അല്ലല്ല, നമ്മള് ഈ 90s കിഡ്സിന്റെ പ്രത്യേകിച്ച് ഒരു ടോയ് കിട്ടി അത് അഴിച്ചു പണിത് അകത്ത് എന്തൊക്കെയാണോ നോക്കാനുള്ളത്. ഇപ്പൊ ഈ പറയുമ്പോ നമുക്കും അങ്ങനത്തെ ഒരു ചിന്ത അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സമയത്ത് ഇതിനെ അഴിച്ചു പണിഞ്ഞിട്ട് ഇതിനകത്ത് വായു മേലോട്ടാണോ പോകുന്നത് താഴോട്ടാണോ പോകുന്നത് നോക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവസാനം ഉടലോടെ നേരെ സ്വർഗത്തിലേക്ക് പോകാം. അല്ലെ, പോവില്ല, സ്വർഗത്തിൽ പോയില്ല. അങ്ങനല്ല, ഞാൻ പൊതുവെ ഈ റൂമിലുള്ള എല്ലാരെ കുറിച്ചിട്ടാണ്. ഇപ്പൊ ഒരു സമാധാനമായി. പാരാഗ്ലൈഡിംഗിന്റെ കാര്യം പറയുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ പറയാറുള്ള ഒരു കാര്യം ബില്യണേഴ്സ് സ്പോട്ട് എന്നാണ് പറയുന്നത്. അല്ല, ഇതാണ് ഞാൻ പറഞ്ഞത്, പാരാഗ്ലൈഡിംഗും സ്കൈ ഡൈവിംഗും വ്യത്യാസമുണ്ട്. രണ്ട് സ്പോട്ടാണ്. ഇപ്പൊ ഈ സ്കൈ ഡൈവിംഗ് എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും അജ്മൽ ഫോളോ ചെയ്യുന്നത്. പാരാഗ്ലൈഡിംഗ് എന്ന് പറയുമ്പോഴേക്കും പാരാഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വിങ് മാത്രമാണ്. വിങ് അല്ലെ. അപ്പൊ ഈ സ്കൈ ഡൈവിംഗിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി നമ്മൾ കാണുന്നത് പാരാഗ്ലൈഡിംഗ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഉണ്ട്. കാരണം ബീച്ചിനോട് പ്രൊഫഷണൽ പറയട്ടെ, നമ്മളല്ല അങ്ങനല്ല. എല്ലാരും പറഞ്ഞത് ഏകദേശം കറക്റ്റ് ആണ്. കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ ബീച്ചിന്റെ സൈഡിൽ മറ്റേ സെയിലിംഗ് ചെയ്തിട്ടുള്ള സ്നോർക്കലിംഗ് അങ്ങനത്തെ ബോട്ട് കെട്ടിട്ടല്ല, വിങ് വെച്ചിട്ടും പോകുന്ന പരിപാടി ഉണ്ട്. വിങ് കൺട്രോൾ ചെയ്തിട്ട് ബോർഡും നമ്മൾ സർഫ് ചെയ്ത് പോകുന്നത്. അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കൈറ്റ് ബീച്ചിലാണ് തോന്നുന്നത്. അത് വിങ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ആ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് ഇവർ ബോർഡുമേ സർഫ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പാരാഗ്ലൈഡിംഗ് എന്ന് പറയുമ്പോൾ ഈ കുന്നും വാഗമൺ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് വിങ് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പ്രഷറില്ല, എയറിന്റെയും ഇതിന്റെ ഒക്കെ വെച്ചിട്ട് പറക്കുന്നതാണ്. അതെ, അതിന് അപ്പും ഡൗണും ഒക്കെ ആക്കാനുള്ള ഒരു സിസ്റ്റം അവരുടെ അടുത്തുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ളത് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് താവാൻ മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ താഴേക്ക് വരുന്നതാണ്. ഞങ്ങൾക്ക് മേലേന്ന് ഞങ്ങൾ ഫ്ലൈറ്റിൽ പോകും. ഫ്ലൈറ്റ് ഒരു 13,000 ഫീറ്റിലെത്തുമ്പോൾ നമ്മൾ വാതിൽ മെല്ലെ തുറക്കുന്നു, നോക്കുന്നു, സ്കൈ ഡൈവിംഗ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരു ബില്യണേഴ്സ് സ്പോട്ട് ആയിട്ടാണ് പലപ്പോഴും കണക്കാക്കപ്പെടുന്നത്. കാരണം ഓഫ് കോഴ്സ് ഇറ്റ്സ് എക്സ്പെൻസീവ്. ഒരു പാരച്യൂട്ട് തന്നെ അഫോർഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും അത് ഒരു ലെവൽ കാര്യമാണ്. മാത്രമല്ല അതൊരു എലൈറ്റ് ക്ലാസിന്റെ അങ്ങനെ ഒരു കൺസെപ്ഷൻ ലോകത്തിന്റെ മുന്നിലുണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കും. ഒരു സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കറിയാം പല മേജർ ബ്രാൻഡുകളും ഇത്തരത്തിൽ സ്കൈ ഡൈവിംഗിനൊക്കെ സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഇപ്പൊ ഈവൻ റെഡ് ബുൾ പോലുള്ള ബ്രാൻഡ്സ് ഒക്കെ തന്നെ അത് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പോൺസർഷിപ്പിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് ശരിക്കും അജ്മൽ മുന്നോട്ട് പോകുന്നതനുസരിച്ച്? സ്പോൺസർഷിപ്പിന്റെ ഇതൊക്കെ എന്താ പറയാ, അപ്രോച്ച് ചെയ്യാൻ നമുക്ക് ആദ്യം ഒന്നല്ലെങ്കിൽ നല്ല എക്സ്ട്രീം ആയിരിക്കണം സ്പോർട്ടിൽ, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ഇതിലൊക്കെ നല്ല ഫോളോവേഴ്സ്, മീൻസ് നമ്മളൊരു അത്യാവശ്യം റീച്ചബിൾ ആയിട്ടുള്ള ആളായിരിക്കണം. എന്നാലല്ല നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കും എന്താണ് ഗുണം എന്നാണ് ആദ്യം തന്നെ നോക്കുക. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഞാനൊരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് തരുന്ന ആൾക്കും എന്ത് കിട്ടുന്നു എന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഇല്ല. സ്പോർട്ടിൽ എനിക്ക് മുന്നോട്ട് പോകാൻ ഇനിയും കുറെ ഉണ്ട്, കടമ്പകളുണ്ട്. എന്റെ ഈ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചാടിയിട്ട് കുറെ വർഷം എടുക്കും. അതിന്റെ ഇടയിൽ ഞാനും പഠിച്ചവനോട് അങ്ങനെയാണ് പറയുന്നത്, എന്തെങ്കിലും ഭാഗ്യം വന്നാൽ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇത് പിടിച്ചു നിൽക്കുന്നത്. അജ്മലിന്റെ ഒരു ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും കണ്ട ആർക്കെങ്കിലും മുന്നോട്ട് വരാമല്ലോ. കാരണം ഒരു ഷെഫാണ്, ഒരു ചുരുങ്ങിയ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു വരുമാനമേ ഉള്ളൂ. എന്നിട്ടും ഈ 1 ഇയറിൽ ഇത്രയും വരെ എത്തി, ഒരു പാഷന് വേണ്ടിയിട്ട് ഇത്രയും വരെ ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഈവൻ ഇനി സ്പോൺസർഷിപ്പിന് മുന്നോട്ട് വരാൻ പറ്റാതെ അല്ലെങ്കിൽ ഇപ്പോ അത്രയും ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾ ഫോളോ ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്താൽ തന്നെ ഓഫ് കോഴ്സ് അത് മറ്റൊരു തരത്തിൽ ഇദ്ദേഹത്തിന് ഗുണമായി മാറാനുള്ള എല്ലാ സാധ്യതയും. ഫ്ലൈയിങ് ഷെഫ് എന്ന് പറഞ്ഞ പ്രൊഫൈൽ അല്ലേ ഇൻസ്റ്റയിലുണ്ട്.
ഫ്ലൈയിങ് ഷെഫ്. ഇതുപോലെ എനിക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. അത് നമ്മള് പല കാര്യങ്ങളും എത്ര വലിയ ധൈര്യശാലിയാണെങ്കിലും ഈവൻ ഒരു വീഗാലാൻഡിലെ റൈഡിൽ കയറാൻ പോയി നമുക്കൊരു നെഞ്ചെടുപ്പുണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലെ. ഈ 165 വട്ടമൊക്കെ ചാടാൻ പോകുമ്പോഴും ആ ഒരു നെഞ്ചെടുപ്പ് വീണ്ടും ആ ഫ്ലൈറ്റ് ആ താരതമ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല അത് എത്ര വലിയ ഇതാണ്. ഇല്ല എനിക്ക് മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇപ്പോഴും ആ ഒരു സംഭവം മനസ്സിലുണ്ടോ, ആ ഒരു നെഞ്ചെടുപ്പ് ഇല്ല. ഇത് ഇപ്പോ എനിക്കിപ്പോ ജമ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, അല്ലാണ്ട് പേടിയില്ല. മീൻസ് ഇന്ന് പോവാത്തതിന്റെ വിഷമത്തിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഇല്ല, അതിന് ബേസ് ജമ്പ് എന്ന് പറയും. അതിന് ഇതൊക്കെ വലിയ ആള് ഇപ്പൊ പറഞ്ഞില്ല, അതാണ് ഈ സ്പോർട്ടിൽ അപ്ഡേറ്റ് ആവുന്നത്. അതായത് ഇപ്പോ സ്കൈ ഡൈവിംഗ് ചെയ്ത് നമുക്ക് ഇതിന്റെ പേടി മാറുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വിങ് സൂട്ടോ മറ്റേ വവ്വാലിന്റെ പോലത്തെ കണ്ടിട്ടുണ്ട് വീഡിയോസ്, അതും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. മീൻസ് സ്കൈ ഡൈവേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. അതും കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മടുക്കും. അപ്പോഴാണ് നമ്മൾ ഈ ബിൽഡിങ്ങും ബേസ് ജമ്പും ഒക്കെ. പക്ഷെ ഇത് ഓരോന്ന് അപ്ഡേറ്റ് ആകുമ്പോൾ പഴയതിന്റെ ചിലപ്പോൾ രസം പോകും. അപ്പൊ നമ്മള് പുതിയതിലോട്ട് പോകും. കേട്ടോ, നീ കേട്ട് പടി. ഇവൻ ആകെ പടം അറിയാന്ന് പണ്ട് അജ്മിയുടെ വാപ്പ വന്നപ്പോ ചാടിയ ചാട്ടത്തെ കുറിച്ചാണ്. അതല്ല വേറൊരു ചാട്ടം. അറിയാത്തൊരു ഭൂതകാലമുണ്ട്. ഞങ്ങളുടെ കൊല്ലൂർ ടൗണിൽ പോയി കഴിഞ്ഞാൽ അതൊരു ഗോദാം സിറ്റിയായി മാറും. രാത്രി കാലങ്ങളിൽ ഞാനൊരു വവ്വാലിന്റെ ജാക്കറ്റ് എടുത്തിട്ട് പറക്കാറുണ്ട്. അതിനെ കുറിച്ച് അർത്ഥം അറിയില്ല. ബാറ്റ്മാൻ എന്നാണ് അറിയപ്പെട്ടത്. രാത്രി കാലങ്ങളിൽ എന്ന് പറഞ്ഞത് നന്നായി. അപ്പോഴാണ് കറക്റ്റ് ആയത് അല്ലേ? രാത്രി കാലങ്ങളിൽ മാത്രമാണ്. അത് ഈ ബാറ്റ്മാൻ പ്രത്യേകിച്ച് ബാറ്റ്മാൻ. അതെന്താണേലും ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമുക്ക് അറിയാത്ത മേഖലയിൽ നമുക്ക് പറയാൻ പറ്റി. ഫ്ലൈങ് ഷെഫ് ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിന്റെ അജ്മലിന്റെ ഒരുപാട് വീഡിയോസ്, ഇദ്ദേഹം പറക്കുന്ന അല്ലെങ്കിൽ പറന്നുകൊണ്ട് കാണിക്കുന്ന ചില കുസൃതികളുടെ ഒക്കെ തന്നെ വീഡിയോസ് ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കീപ് ഫോളോയിങ് ഫ്ലൈങ് ഷെഫ്. അപ്പൊ എന്താണ്, ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. മേളിലേക്കല്ല, ഒരുപാട് അങ്ങോട്ടേക്ക് ഒരുപാട് ജേർണി ഇദ്ദേഹത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് കടക്കാൻ സാധിക്കട്ടെ എന്ന് കൂടെ. ഫുൾ ടൈം സ്കൈ ഡൈവർ ആവട്ടെ എന്ന് സ്കൈ ഡൈവിംഗ് നടക്കും തോന്നുന്നില്ല. ഇന്ന് പോക്ക് എന്തായാലും നടക്കില്ല. ഇപ്പോൾ റോട്ടിലാണ്. ഇനി ഇവിടുന്ന് കുറേ ദൂരമുണ്ട്. അപ്പോൾ അധികം റൂമിലോട്ട് തന്നെ തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ്. വെറുതെ പാരച്യൂട്ടും ഹെൽമെറ്റും സാധനങ്ങളൊക്കെ എടുത്ത് കുറേ സീനായി.